ഹായ്, എല്ലാവർക്കും നമസ്കാരം. കിളിക്കൂട് വ്ളോഗിൻ്റെ അടുത്തൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഞാൻ നമ്മുടെ കിളിക്കൂട് വീട്ടിൽ നട്ടിട്ടുള്ള കുറച്ച് കൃഷികൾ കാര്യങ്ങളൊക്കെ കേട്ടോ, കുഞ്ഞടുക്കളത്തോട്ടം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വലിയ വീഡിയോ ഒന്നല്ല. അപ്പോൾ എന്തൊക്കെയാണ് നട്ടിട്ടുള്ളതെന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. തക്കാളി, ആദ്യത്തെ നമ്മുടെ കൃഷിയാണ് തക്കാളി കൃഷി. കണ്ടോ, ഒരു 3-4 തക്കാളി തൈ നട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ തക്കാളിയിൽ, കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടം. നിറയെ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി തൈ കണ്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. അതൊന്നും കായ്ച്ചിട്ടില്ല കേട്ടോ. അപ്പം മഴ പെയ്തുകൊണ്ടും പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായില്ലല്ലോ, വലിയച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തറവാട്ടിലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടം ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. തക്കാളിയുടെ വിശേഷങ്ങളാണ് ആദ്യം കണ്ടോ. തക്കാളി നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാം കൂട്ടുകൃഷി പോലെ ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം പടർന്നിട്ട്. ഇത് നമ്മുടെ കൈപ്പയ്ക്കാണ് കേട്ടോ. കൈപ്പവള്ളി പടർന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ മത്തങ്ങ പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം നമുക്ക്. ഒന്നെല്ലാം കുറേ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം ഇല്ലാത്തതിൻ്റെ ക്ഷീണമുണ്ട് തോട്ടത്തിന്. മഴയും പെയ്തില്ലേ. കണ്ടാ, ഈ പയറ് തൈകളൊക്കെ നമുക്ക് പറിച്ച് വെക്കാനായിട്ടുണ്ട്. താഴെ ഇറക്കി വെക്കണം. മുളക് തൈ, ഇതൊക്കെ മുളക് തൈ കേട്ടോ. ഈ കാണുന്നതൊക്കെ മുളക് കണ്ട. മുളകൊക്കെ നമുക്ക് ഏകദേശം തൈകൾ നല്ല വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഈ മരം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എരിക്കാട്ടോ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ്. വെള്ള എരിക്കാണിത്, കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ വിശേഷങ്ങൾ. ഇവന്മാരെയൊക്കെ ഒന്ന് നല്ല ഉഷാറാക്കി കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ചീര ഇടയ്ക്ക് നമ്മൾ സാമ്പാർ ചീര ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുള്ളതാണ്. പക്ഷേ കുറച്ച് ദിവസം ഇല്ലാത്തതിന് തന്നെ അതും വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇവിടെയും മുളക് തൈ നട്ടിട്ടുണ്ട്. നല്ല മഴയാണ് ഇവിടെ. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു മരം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ബബ്ലൂസ് നാരകം. കായ്ച്ചിട്ടില്ല. ഇത് കായ്ക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം കേട്ടോ. കുറേ കുഴപ്പമില്ലാത്ത രീതിയിൽ വലുപ്പം വെച്ചിട്ടുണ്ട് മരം, പക്ഷേ കായ്ച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കായ്ക്കാത്ത വൃക്ഷങ്ങൾ ഇങ്ങനെ മോതിരവളയം ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇത് ചെടിയുടെ പേര് എനിക്കറിയില്ല. ഞാനിങ്ങനെ തെങ്ങിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചതാട്ടോ. ഇങ്ങനെ ആക്കി അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ്. കിളിക്കൂട് വീട്ടിലെ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അതേ ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കട്ടെ. കുറേ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു 10 ദിവസത്തോളം ഇല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആകെ അലങ്കോലായിക്ക് എടുക്കുകയാണ്. മുറ്റൊക്കെ എടുക്കുന്നുണ്ടാ. അപ്പോൾ ഓക്കെ, അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ. ബെൽ ബട്ടൺ അമർത്തിയാലാണ് നിങ്ങൾക്ക് പുതിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, കൂടെ കൂടിക്കോ. ഓക്കെ, ബൈ.